അടുത്തത് നമ്മൾ COD ആണ് ചെയ്യുന്നത്. COD ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഇങ്ങനത്തെ റൗണ്ട് ബോട്ടമോഡായിട്ടുള്ള ഫ്ലാസ്ക് എടുക്കുക. റൗണ്ട് ബോട്ടമോഡ് ഫ്ലാസ്ക് എടുത്തിട്ട് നമ്മൾ ആദ്യം 20 ml സാമ്പിൾ എടുക്കണം. 20 ml സാമ്പിൾ നമ്മൾ ഇങ്ങനത്തെ പിപ്പറ്റ് നമുക്ക് 20 ml സംഭവം ഉണ്ട്. അപ്പോൾ അതിലാദ്യം തന്നെ 20 ml സാമ്പിൾ പിപ്പറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ 0.4 ഗ്രാം മെർക്കുറിക് സൾഫേറ്റ്, ഇത് നമുക്ക് 0.4 ഗ്രാം ആയത് അവിടെ പോയി മെഷർ ചെയ്തെടുക്കണം. അത് ആദ്യം ഒരു പെട്ടി ഡിഷിൽ അങ്ങനെ എടുത്ത് കൊണ്ടുവന്നിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്തു. സാമ്പിൾ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് 0.4 ഗ്രാം മെർക്കുറിക് സൾഫേറ്റ് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിനെ ഇങ്ങനത്തെ ഒരു ബീക്കറിലും വെള്ളം ഉണ്ടാവും, അതിലിങ്ങനെ പകുതി ഇത് അടുത്ത് നമുക്ക് ചെയ്യുമ്പോൾ ചൂട് വരും. അപ്പോൾ ചൂട് നമ്മൾ കൈമ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഫുൾ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പകുതി വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിൽ ഇതിനെ ഇങ്ങനെ മുക്കി വയ്ക്കുക. അങ്ങനെ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരു 30 ml കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യണം. ആദ്യം തന്നെ അപ്പോൾ ഇങ്ങനത്തെ ഒരു 30 ml ഇത് ചെറുതാണ്, നമുക്ക് 30 ml അങ്ങനത്തെ ഒരു മെഷറിംഗ് ജാർ ഇതുണ്ടാവും. ആ മെഷറിംഗ് ജാറിൽ എന്നിട്ട് നമ്മൾ 30 ml കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് ആഡ് ചെയ്യണം. ഓരോ പ്രാവശ്യം ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയിട്ട് ആ ചൂട് ഇങ്ങനെ ഇതാക്കണത് അങ്ങനെ ഫുള്ളതിൽ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ 30 ഫുൾ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് തണുക്കണം. അങ്ങനെ വെച്ചിട്ട് കൂളാവണം. നമ്മുടെ ഈ സാധനം എടുത്ത് തൊട്ടുമ്പോൾ ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എന്ത് ആഡ് ചെയ്യാം? 10 ml പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആഡ് ചെയ്യാം. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നമ്മൾ ഈ ഓറഞ്ച് കളറിൽ ഇരിക്കുന്നതാണ്, ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ സംഭവം നമ്മൾ 10 ml ഇത് കൂളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ഹീറ്റ് ചെയ്യാം, നമ്മളെ മറ്റേ റിഫ്ലെക്സിൽ വെക്കാം. എന്നിട്ട് നമ്മൾ ഇതാണ് നമ്മുടെ റിഫ്ലെക്സ്. അപ്പോൾ അതിൽ ആദ്യം ഈ സംഭവം നോബ് തിരിച്ചിട്ട് ഇതിങ്ങനെ പൊന്തിക്കാനും താഴ്ത്താനും പറ്റും. ഇത് ഊരി കഴിഞ്ഞ് ഇതിനുള്ളിൽ നിന്ന് പോരും. അങ്ങനെ ഇത് പൊന്തിച്ചിട്ട് അതിൻ്റെ അടിക്ക് നമ്മൾ ആ ബോട്ടം ഫ്ലാസ്ക് വെച്ചു. എന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ അത് ടൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളവിടെ നമ്മൾ ഈ സെറ്റപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഇത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ പൈപ്പോടെ പൈപ്പ് ഉണ്ടല്ലോ വെള്ളം വരുന്നത്, അത് ഓണാക്കിയിട്ടിരിക്കണം. ഈ സംഭവം ഓണാക്കിയിട്ടിരിക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മളോട് ടെമ്പറേച്ചർ ഒരു 30-40 ഡിഗ്രി സെൽഷ്യസ് വരെ സെറ്റ് ചെയ്ത് അരമണിക്കൂർ ഇതിങ്ങനെ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇവിടെ സ്വിച്ച് ഓൺ ആക്കണം. സ്വിച്ച് ഓൺ ആക്കാം. എന്നിട്ട് ഒരു 30-40 ടെമ്പറേച്ചർ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ ഹീറ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾക്ക് മുകളിൽ കൂടെ 90 ml വെള്ളം നമ്മൾ അളവെടുത്ത് വെച്ചിട്ടുണ്ടാവും. അരമണിക്കൂർ ഇതിൻ്റെ ചൂടാക്കൽ കഴിഞ്ഞാൽ നമ്മൾ 90 ml വെള്ളം ഇതിന് മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും സ്വിച്ച് ഓൺ ആക്കിയിട്ട് സ്വിച്ച് ഒന്നും ഓണാക്കണ്ട, നമ്മൾ കൂൾ ചെയ്യാൻ വെക്കുക. അതായത് നമ്മൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തല്ലോ, അരമണിക്കൂർ കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്തല്ലോ, അത് കഴിഞ്ഞാൽ 15 മിനിറ്റ് കൂൾ ചെയ്യാം. എന്നിട്ട് 90 ml ആഡ് ആക്കാം. അരമണിക്കൂർ ചൂടാക്കി പിന്നെ 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. 90 ml വെള്ളം ഒഴിച്ചു. എന്നിട്ടും കൂളായിട്ടില്ല എന്നുണ്ടെങ്കിലാണ് സാറ് പറഞ്ഞപ്പോൾ അവിടെ പോയിട്ട് വെള്ളം എടുത്തിട്ട് നമ്മൾ നേരത്തെ ചൂട് ആകുമ്പോൾ വെള്ളം എടുത്തിട്ട് ഒന്ന് കുറച്ച് നേരം മുക്കി ഇങ്ങനെ പകുതി മുക്കിക്കാം. അത് കൂളാക്കുക. സംഭവം കൂളാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക് മാറ്റാം. ടൈട്രേഷൻ ചെയ്യാൻ പോവാണ്. എന്നിട്ട് അതിലേക്ക് ഫെറോയിൻ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിലൊരു റിയേജന്റ് പറയുന്നുണ്ട്, എന്തൊരു ഫെറസ് അമോണിയം സൾഫേറ്റ് അങ്ങനെ എന്തൊരു ടൈട്രന്റ് അല്ലേ? ടൈട്രന്റ്. അതായത് നമ്മളിപ്പോൾ ഇത് നമുക്ക് പക്ഷേ വർക്കാവില്ല. ഇത് ശരിക്കും ബ്ലാങ്ക് ചെയ്യാനുള്ള സംഭവമുണ്ട് ഈ ലെഫ്റ്റത്തെ. ഇപ്പോൾ നമ്മൾ ആ ഒരു റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്കിലുള്ള സാധനം ഇപ്പോൾ വോളിയോമെട്രിക് ഫ്ലാസ്കിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ, കോണിക്കൽ ഫ്ലാസ്കിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ. ഇതിലേക്ക് നമ്മൾ ഫെറോയിൻ ഇൻഡിക്കേറ്റർ എടുത്തിട്ടുണ്ട്. ടൈറ്റൻ്റ് ആയിട്ട് ഫെറസ് അമോണിയം സൾഫേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ കൂളാക്കിയ സാധനം എടുത്തിട്ട് ഇതിലേക്ക് മാറ്റി ട്രാൻസ്ഫർ ചെയ്തു. ഈ ഫെറോയിൻ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു കളർ മാറിയിട്ടുണ്ടാവും. ബ്ലൂ ഗ്രീൻ ആണ് ശരിക്കും വരണം. 3 ഡ്രോപ്പ് ഒഴിക്കാൻ പാടില്ല, അത് ഒഴിച്ചാൽ തന്നെ ബ്ലൂ ഗ്രീൻ വരണം. പക്ഷെ നമ്മളിവിടെ എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് കുറേ ഒഴിക്കുമ്പോഴാണ് വരുള്ളൂ. അപ്പോൾ അതങ്ങനെ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ബ്യൂററ്റിൽ നമ്മൾ എന്ത് ആഡ് ചെയ്തു? ഫെറസ് അമോണിയം സൾഫേറ്റ് നമ്മളിതിൽ 0 ആദ്യം ക്ലീൻ ചെയ്ത് ഡിസ്റ്റിൽ വാട്ടർ വെച്ച് ക്ലീൻ ചെയ്ത് ഇതിൽ ഒഴിച്ചു വെച്ചു. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ടൈട്രേഷൻ ചെയ്യാം. ടൈറ്റ് ചെയ്യാൻ നമുക്കൊരു റെഡിഷ് നല്ലൊരു മെജന്ത കളറൊക്കെ പോലെ വരും. അങ്ങനെ ഒരു റെഡിഷ് ബ്രൗൺ ആയിട്ട് കിട്ടും. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം.